ആദിലയും അനുമോളും കൂടെ ബെഡിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആര്യം വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഷാനവാസിൻ്റെ പേര് പറയാഞ്ഞത്? ആദിലയോട് ചോദിക്കുകയാണ്. ഇന്ന് നോമിനേഷൻ ചെയ്തപ്പം ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല. അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഷാനവാസിൻ്റെ പേരെടുക്കാമായിരുന്നു, ഷാനവാസിന് വേണമെങ്കിൽ നിൻ്റെ പേരെടുക്കാമായിരുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തില്ല. നീ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഷാനവാസ് സേഫായി. ഇല്ലെങ്കിൽ നീ മാത്രമേ സേഫ് ആവത്തുള്ളായിരുന്നു. അത് എൻ്റെ ഒരു ഗെയിം പർപ്പസിൽ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചേട്ടനും പെങ്ങളും കളിക്കാനൊന്നും അല്ല ഇവിടെ വന്നേക്കുന്നത്. അതെല്ലാവരുടെയും ഗെയിം ഡിഫറെൻ്റ് അല്ലേടാന്ന് ആദില ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ വരുമ്പം നമ്മുടെ മനസ്സിൽ എന്താണ്, നമ്മൾ മാത്രം സേഫ് ആയാൽ മതി, അങ്ങനെയല്ലേ കളി. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, അക്ബറിൻ്റെ ഒരു ഇത് പറയണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു എന്ന് ആദില പറയുന്നുണ്ട്. അനീഷിൻ്റെ കാര്യത്തിൽ ഞാനും അനീഷും കൂടെ ഈ ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ആദില പറയുന്നു. ആര്യം പറയുന്നുണ്ട്, നമ്മളാൽ സേവ് ആവാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ളവരെ എവിക്ഷനിലിടണം, അതല്ലേ ഗെയിം. ആര്യം പറയാണ് ആദിലയോട്, ഇനി നെക്സ്റ്റ് വീക്കിൽ അങ്ങനെയുള്ള നോമിനേഷനൊക്കെ വരുമ്പോൾ അതും കൂടി നോക്ക്. നമ്മൾ മാത്രം സേവായിട്ട് ബാക്കിയുള്ളവരെ ഇത്രയും പേരെയും നമ്മളെ നോമിനേഷനിൽ ഇടാൻ നോക്ക്. അതൊക്കെയാണ് ഗെയിം. എന്നാലേ നമ്മുടെ ഗെയിം മുന്നോട്ട് പോകത്തുള്ളൂ. അതിലെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പം ഇന്നത്തെ നോമിനേഷനിൽ ഷാനവാസ് വരാത്തത് ആര്യന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആര്യം പറയുന്നത്, എന്തുകൊണ്ട് ആദില ഷാനവാസിൻ്റെ പേര് പറഞ്ഞില്ല? ഷാനവാസിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ആദില മാത്രമേ സേവ് ആവത്തുള്ളായിരുന്നെന്നാണ് ആര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്.